ഹലോ. ഹലോ. അപ്പോൾ ട്രാവൽ ആൻഡ് ഫുഡ് സ്റ്റോറി അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യമായിട്ട് ഒരു ഹാപ്പി ഓണം. ഓക്കെ. അപ്പോൾ ഓണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം ഓണമൊന്നും വലിയ കാര്യമായിട്ടില്ല. ഈ പറഞ്ഞ പോലെ തന്നെ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും എല്ലാം അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളാ കഴിയുന്ന രീതിയിലുള്ള ഓണമൊക്കെ നമ്മൾ തന്നെ ഇങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ആഘോഷിക്കുക. അതാണ് ഇപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ എപ്പിസോഡ് എന്ന് പറയണത് കണ്ട ഇതെന്താണെന്നറിയാം, ഇതാണ് ബീട്രൂട്ടിൻ്റെ ഇല. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഇതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഇലയും ബീട്രൂട്ടും ഇതെങ്ങനെ വളർത്തിയെടുക്കും എന്നുള്ളതിനൊരു പരീക്ഷണമായിരുന്നു ആദ്യത്തെ ഇത്. ഞാൻ ആദ്യമായിട്ടാണ് ബീട്രൂട്ട് വീട്ടിൽ ചെയ്യണത്. അപ്പോൾ അത് എന്തായാലും നന്നായിട്ട് വന്നു. അപ്പോൾ അത് വന്നത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് വളരെ എളുപ്പമാട്ടോ ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാരും കാണാൻ ഞാൻ എങ്ങനെയാ ചെയ്തെന്നുള്ള രീതിയിൽ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം, നമ്മൾ എങ്ങനെ ഇത് ചെയ്യണമെന്നുള്ളത്. ഓക്കെ. അപ്പോൾ പിന്നെ എല്ലാവരോടും ഒരു കാര്യം കൂടെ കേട്ടോ, ഈ പറഞ്ഞ പോലെ തന്നെ കുറേ മെസ്സേജസ് വരുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്. ഈ മെസ്സേജുകൾക്കൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, കാരണം സമയത്തിന്റെ ഒരു പ്രശ്നങ്ങൾ കാരണം കേട്ടോ. പക്ഷെ മാക്സിമം പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ മറുപടികളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും മറുപടിയൊക്കെ കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കുക, ഞങ്ങൾ പക്ഷേ എത്രയും പെട്ടെന്ന് ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ചില്ലു ഹെൽപ്പ് ചെയ്യാണേ. ഹെൽപ്പ് ചെയ്യാണോ ചില്ലു? ചില്ലു ഇവിടെ നോക്കി, ചില്ലു ഹെൽപ്പ് ചെയ്യാണോ? ഓ എന്റെ അമ്മോ, ബീട്രൂട്ട് ആണോ? ആണോ? അയ്യോ. ഇതൊക്കെയാണ് നമ്മുടെ ബീട്രൂട്ടുകൾ. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതിന്റെ രീതിയൊക്കെ ശരിയാക്കി തരാം. പറഞ്ഞോ. അപ്പൊ അതായത് നമ്മള് ബീട്രൂട്ട് ഞാൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ വിത്ത് വാങ്ങിയിട്ട് വിത്തിന്ന് മുളപ്പിച്ചെടുത്തതാണ് ഞാൻ ചെയ്തത്. തൈയായിട്ട് വാങ്ങണമെങ്കിൽ ചെയ്യാം, ഞാൻ വിത്താണ് മുളപ്പിച്ചെടുത്തത്. അപ്പം വിത്ത് നമ്മള് കടകളിൽ നിന്നൊക്കെ ആട്ടോ, നഴ്സറികളിൽ നിന്നോ അങ്ങനെയുള്ള നാട്ടില് എവിടെയാ കിട്ടണമെന്ന് വെച്ചാൽ അവിടെ വാങ്ങണം. ഞാൻ ഇവിടെ നിന്ന് വിത്ത് കിട്ടുന്നൊരു കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങണം. അപ്പോൾ നല്ല ക്വാളിറ്റി വിത്താണ് ഞാൻ വാങ്ങണത്, എന്നാലാണ് ഇത് പെട്ടെന്ന് മുളയ്ക്കുള്ളൂ. അത് ഞാനൊരു രാത്രി ഫുള്ള് വെള്ളത്തിലിട്ട് വെച്ചേക്കണതാണ് ഈ വിത്ത്. അപ്പൊ അതെന്ന് വെച്ചാൽ പെട്ടെന്ന് മുളയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓവർനൈറ്റ് നമ്മൾ വെള്ളത്തിലിട്ട്. അപ്പൊ എല്ലാ വിത്തുകളും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, ഒരു ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെക്കാം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് നമ്മൾ നടാൻ പോവാണ്. അപ്പൊ നടാൻ വേണ്ടിയിട്ട് നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒരു ചട്ടി. അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ ഞാൻ ബീട്രൂട്ട്, ഞങ്ങളിവിടെ ബീട്രൂട്ട് ഫാൻസ് അല്ല, പക്ഷെ ഞങ്ങൾ ബീട്രൂട്ടിന്റെ ഇല ഉപയോഗിച്ചിട്ടാണ് ഫുള്ള് തോരൻ എപ്പോഴും വെക്കും. അപ്പൊ ഞാനത് കട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് എടുക്കാനാണ് ഉദ്ദേശിച്ചേക്കണത്. അപ്പം പുറത്തുനിന്ന് വാങ്ങിയാലും നമ്മൾ ഇലയോട് കൂടിയുള്ളത് വാങ്ങാനായിട്ടാണ് നോക്കുന്നത്. പല സമയത്ത് മാർക്കറ്റിലൊക്കെ പോണ സമയത്ത് ഇതുപോലെ തന്നെ ബീട്രൂട്ട് കിട്ടും, അപ്പൊ ഇലയോട് കൂടി കിട്ടും. എന്നിട്ട് ഈ ഇല മുറിച്ച് കളഞ്ഞിട്ട് ആൾക്കാർ ബീട്രൂട്ട് എടുത്തോണ്ട് പോകണ കാണാറുണ്ട്. പക്ഷെ നമ്മളങ്ങനെയല്ല, ബീട്രൂട്ടും ഇലയും എല്ലാം നല്ല ടേസ്റ്റാണ്. ഞാനിതിന്റെ ഇലയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ബീട്രൂട്ട് വളർത്തുന്നതിന്റെ ഉദ്ദേശം ബീട്രൂട്ട് എടുക്കാന്നുള്ളതല്ല, ഇല കണ്ടിച്ചെടുക്കാന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അപ്പം നമ്മൾക്ക് കൂടുതൽ ഇലയും അല്ലെങ്കിൽ ബീട്രൂട്ടിന്റെ സൈസും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വലിയ പോട്ടില് ചാക്കോ എന്താന്ന് വെച്ചാൽ അതിൽ വളർത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പൊ ഞാനിതാ ഇവിടെ ഇങ്ങനെ വളർത്തി വെച്ചേക്കണതൊക്കെ ഉണ്ട്. അത് ഞാൻ ചെറിയൊരു ഇങ്ങനെ ഒരു പാലുകുപ്പി, പാല് കിട്ടുന്ന ബോട്ടിൽ കട്ട് ചെയ്തെടുത്തതാ. ഇവിടെ മുഴുവൻ പാല് കിട്ടുന്ന ബോട്ടിലാട്ടോ, നിരന്നിരിക്കുന്നുണ്ടോ പാല് കിട്ടുന്ന ബോട്ടിലുകൾ. അപ്പൊ ഇത് അത്ര വലിപ്പം നമ്മൾ പ്രതീക്ഷിക്കരുത്. ഞാൻ ഇലയാണ് എന്റെ ലക്ഷ്യം, അത് കാരണം ഞാൻ അതിന്റെ എന്താ പറയണ കായിലോട്ട് പോകുന്നില്ല. ബീട്രൂട്ടിന് വലിയ ബീട്രൂട്ട് അതിനകത്തിരിപ്പുണ്ടെന്നോ കേട്ടോ. ഇതിലുണ്ട് ഇതിലുണ്ട്. നിലത്ത് ഒരെണ്ണം നട്ടിട്ടുണ്ട്, അതും കാണിച്ചു തരാം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇതിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് എടുക്കേണ്ട കാര്യമാണ് ചട്ടി. അപ്പൊ ചട്ടിക്ക് നല്ല ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. കാരണം ഇത് വെള്ളം കെട്ടി നിൽക്കുന്നിടത്തൊക്കെ നല്ല വെള്ളം ഇങ്ങനെ പോണാതിരിക്കുന്നത്. അപ്പൊ അത് കാരണം ഞാൻ നല്ല ഹോൾസ് ഉള്ള ഞാൻ മൂടുന്നില്ല അതിന്റെ ഹോൾസ്, അല്ലാണ്ട് തന്നെ ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്കത് ഹാഫ് മൂടണമെങ്കിൽ മൂടാട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസേ ഞാൻ ഇവിടെയൊക്കെ അങ്ങ് വൃത്തിയാക്കി. ഇപ്പം കുറേ കരിയില ഞാൻ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അത് നല്ലതായിട്ട് ഉണങ്ങി ഇരുന്നിരുന്നങ്ങ് ഉണങ്ങി. അപ്പം ഞാൻ ആദ്യം തന്നെ അത് ഉണങ്ങിയ കരിയില ഒന്ന് എൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുവാണ്. കരിയില ഒരു കമ്പോസ്റ്റ് ആണ്, നല്ല ഉണങ്ങിയ കരിയിലാണെങ്കിൽ കൂടുതൽ നല്ലതാട്ടോ, ചെറിയ കരിയില. അപ്പൊ അത് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഈ ബീട്രൂട്ടുകൾക്ക് വളം ഭയങ്കര ഇഷ്ടമാണ്. വളം ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ കോഴിയുടെ വളം, കോഴി വളം,
പിന്നെ ഇത് നമ്മുടെ നോർമൽ മണ്ണ്. അതിൽ ഞാൻ വീട്ടിലുണ്ടാക്കിയ കമ്പോസ്റ്റും കൂടെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് വളം ചേർക്കണം എന്നുള്ളത്. അപ്പം മണ്ണിൻ്റെ എന്ന് വെച്ചാൽ 1 to 2 മണ്ണ് പറയണത് ഈ വളം അതിന്റെ കോഴിയുടെയോ പശുവിന്റെയോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഉള്ള വളം എന്ത് കമ്പോസ്റ്റ് ആണെങ്കിലും അതാണെങ്കിലും അത്. അപ്പൊ അതിന്റെ ഇരട്ടി മണ്ണ് അതാണ് ഞാൻ എടുക്കുന്ന അളവ്. പിന്നെ അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഇടയ്ക്ക് നമ്മൾ ഇത്തിരി വളർന്നു കഴിയുമ്പം ഇടയ്ക്കിടയ്ക്ക് വളം ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് വളരും. അപ്പം ഇത് ഞാൻ ഇത്തിരി മണ്ണ് എടുത്തിട്ടുണ്ട്. മണല് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഈ നമ്മൾ ബീറ്റ്റൂട്ട് നടുമ്പം ഇളക്കമുള്ള മണ്ണ് വേണം. അതായത് അതിന്റെ വേരൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ പോലത്തെ കളിമണ്ണ് പോലത്തെ മണലും വെള്ളം കെട്ടിക്കിടക്കുന്ന പോലത്തെ മണ്ണും അതുപോലത്തെ ഒന്നും കൊള്ളൂല. അപ്പൊ ഈ മണ്ണല് ചേർത്ത് കഴിഞ്ഞാൽ മണല് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഇളക്കം കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇപ്പൊ ഒരു പോട്ടിനാണെങ്കിൽ 2 പിടി മണല് ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതെല്ലാം കൂടെ ഞാൻ ചേർത്തതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം അതങ്ങനെ ചെയ്യാം. അപ്പൊ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തു എന്നിട്ട് നമുക്ക് ഈ കരിയിലയുടെ മേളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ഒരു അളവില് എല്ലാം നമ്മൾ മിക്സ് ചെയ്തതെല്ലാം കൂടെ എടുത്തങ്ങ് ഇട്ടു അല്ലേ? അതെ. മുട്ടത്തോടൊക്കെ കിടപ്പുണ്ട്. അത് ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടത് വേറൊരു പാത്രത്തിലൊക്കെ ഇട്ടാക്കിയത്. അപ്പം ഞാൻ എടുത്തോണ്ട് വന്നതാ. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ ഇതിൽ ഇട്ടതിന് ശേഷം ഈ പാത്രത്തിൽ എനിക്ക് തോന്നുന്നത് ഒരെണ്ണ നടാൻ പറ്റുള്ളൂ. കാരണം അത് ഇങ്ങനെ നമ്മുടെ വലിപ്പം വേണ്ടതനുസരിച്ചിട്ടിരിക്കും. അതൊരു കാര്യം പറയണത്. ഇപ്പൊ ഒരു വിത്തുണ്ടല്ലോ, ഇതിനകത്ത് ഒരു വിത്തുണ്ടല്ലോ, ഈ ഒരു വിത്താണോ ഇട്ടേക്കണത്? ഇത് ഒരു ചെടി വളർന്നത് ഞാനുണ്ടല്ലോ. അപ്പൊ അതിനു മുമ്പ് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്തത് വിത്ത് മുളപ്പിച്ചിട്ട് അത് ഞാൻ കാണിച്ചു തരാം. ഇതാ അതിനൊക്കെ ഞാനൊരു അബദ്ധം എന്നാ പറയുള്ളൂ. അതായത് വിത്ത് ഞാനങ്ങ് വിതറി മുളപ്പിച്ചു ഇങ്ങനെ ഇരിക്കും. മുളച്ചു വരുമ്പോഴത്തേക്കും കണ്ടില്ലേ വിത്ത് മുളച്ചു വിത്ത് വിതറുമ്പോ. പക്ഷെ ഇതൊരു നല്ല രീതിയല്ല. ഇതിൽ 2-3 വിത്ത് മുളപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് വലിയ പരുവാകുമ്പം ഇതാ ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മള് ആ തൈ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് മാറ്റി നടും. അപ്പൊ അതിന്റെ വേരൊക്കെ ഇളകാണ്ട് എടുക്കണം. അപ്പം അത് എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് വരില്ല, വേരിളകാണ്ട് കിട്ടില്ല. അപ്പം പിന്നെ വരില്ല. ഇതൊക്കെ ഞാൻ മാറ്റി നട്ട തൈകളാണ്. ആദ്യമായിട്ട് ചെയ്യണവരോട് ഞാൻ സജസ്റ്റ് ചെയ്യണം വിത്ത് മാറ്റി നടാൻ നിൽക്കരുത്. അതിനോരം വിത്ത് ഡയറക്റ്റ് എവിടെയാണോ മുളയ്ക്കേണ്ടത് അവിടെ പാകണതായിരിക്കും നല്ലത്. അപ്പൊ ഒരു വിത്ത് 1-2 വിത്ത് വിടാം. മുളച്ചില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ വരണം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്, കണ്ടില്ലേ? അപ്പൊ ഇത് ഞാനൊരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൈ കൊണ്ട് അതിലോട്ട് വിത്തിട്ടു. അത്രയും ചെറിയ ഹോൾ മതി. ഒത്തിരി ഡീപ്പാവണ്ടത്. അതിലോട്ടും ഇതിട്ടു. എന്നിട്ട് മണ്ണുകൊണ്ട് ഇത് മതി ഇതില്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് നനച്ചു കൊടുത്തേക്കാം. അപ്പൊ നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മുളയ്ക്കണ വരെ ഒരു 4 ഇല പാകമാവണം, 4 ഇലകൾ വന്ന പാകമാവണ വരെ കുറച്ച് ഷെയ്ഡിൽ വെക്കണത് നല്ലത്. അപ്പൊ നാട്ടിലൊക്കെ ഇത് മുളപ്പിക്കാനുള്ള സമയമായി. കാരണം ഇതൊരു തണുപ്പ് കാലത്തുണ്ടാവുന്ന ഒരു പച്ചക്കറിയാണിത്. അപ്പൊ ഇതിന്റെ ഒരു മുളയ്ക്കണതല്ല, വളർന്ന് വന്ന ഒരു സമയം എന്ന് പറഞ്ഞത് ഒരു 2-2.5 മാസം ടൈമിലാണ് ഇത് ഫുള്ള് അതിന്റെ ഒരു ഫുള്ള് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോ വെച്ചിട്ടൊരു 3 ആഴ്ച കഴിഞ്ഞു. 3 ആഴ്ച കഴിഞ്ഞു ഇതിന്റെ. പക്ഷെ ഇതിന്റെ എനിക്ക് ഇതിന്റെ ഇത്ര വളർച്ച കുറവുള്ള പോലെ എനിക്ക് ആയിരിക്കാം. പിന്നെ ഞാൻ വളം ക്ലിയർ ആയിട്ട് നന്നായിട്ട് ചെയ്യാത്തോണ്ടാണോന്നും എനിക്കറിയില്ല. വലിയ പൊട്ടിലൊക്കെ വെച്ചത് നന്നായിട്ട് വന്നു. അപ്പം അത് ഞാൻ പരീക്ഷിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും ഇതിന് വളം ഇഷ്ടമാണ്. കുറച്ചൊരു 4 ഇലയോ അല്ലെങ്കിൽ കുറച്ച് വലുതായതിനു ശേഷം നമുക്ക് ആവശ്യാനുസരണം അതിൽ ആഴ്ചയിൽ അതിന് പറ്റാവുന്ന വളങ്ങൾ ചെയ്തു കൊടുത്താൽ നന്നായിട്ട് അതിന്റെ റിസൾട്ട് കിട്ടും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അതിനകത്ത് കുറച്ച് വലുതായിട്ട് അതിനു മുമ്പ് ഞാൻ നിലത്ത് നട്ടേക്കണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിലത്ത് നട്ടേക്കണ എങ്ങനെയാ വന്നേക്കണേന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ നിലത്തിന്റെ അടിയിലെ മറ്റേ പാറക്കല്ല് പോലത്തെ എല്ലാം പിടിക്കില്ല. അപ്പൊ ചില സ്പോട്ടുകളുണ്ട്, അവിടെയൊക്കെ ഞാൻ നടന്നത്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ഇതിന്റെ ആവശ്യാനുസരണം ഞാൻ ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ബാക്കി ഇല വളരാൻ വേണ്ടി വെച്ചേക്ക്. ഇത് ഉണ്ടോ ബീട്രൂട്ട് വന്നേക്കണുണ്ടോ? ബീട്രൂട്ട് ഇതാണ് ബീട്രൂട്ട്.
മേളിൽ വന്നേക്കണോ അല്ലേ? ഇങ്ങനെയാണ് ശരിക്കും. ഞാൻ മറ്റേന്റെ എനിക്ക് ഇല വേണം എന്നുള്ളത് കൊണ്ട് വില വലുതായാലേ പിന്നെ താഴോട്ട് ചാടി പോവും. അപ്പൊ അത് തന്നെ ഇങ്ങനെ വളഞ്ഞു പോവും. അത് കാരണം ഞാൻ മണ്ണിട്ട് മൂടണത്. അത് ശരിക്കും ഇങ്ങനെയാ ഇരിക്കണത്, ഇങ്ങനെയാണ് വരണത് അത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത കാണിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയ ചട്ടി ഉണ്ടല്ലോ, നമ്മുടെ വലിയ ചട്ടിയിൽ നമ്മളെങ്ങനെ അത് വളർത്തി. കാരണം ഞാനിത് നമുക്ക് തന്നെ അറിയില്ല ഇതിന്റെ അവസ്ഥ എന്താന്ന്. ഇത് ഞാൻ സത്യം പറഞ്ഞാ ശ്രദ്ധിക്കാണ്ട് പോയതുകൊണ്ട് കുറച്ച് ഒച്ചൊക്കെ എടുത്ത് തിന്നിട്ടുണ്ട് ഇതിന്റെ. ഇത് മഴ വന്നില്ല കഴിഞ്ഞ പ്രാവശ്യം, അന്നേരം ഒത്തിരി ഒച്ചങ്ങ് കയറി. ശരിക്കും പറഞ്ഞാ ഇതിന്റെ ഇത് മേളില് കണ്ടതാ. ഞാൻ മണ്ണിട്ട് മൂടും. എനിക്ക് ഇലയാ വേണ്ടത്. അപ്പൊ ഇല ഇങ്ങനെ പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഞാൻ മണ്ണിട്ട് മൂടും. യെസ്, യു ഗോട്ട് ഇറ്റ് റൈറ്റ് ബേബി. എന്താ ഞാൻ ചാച്ചനോട് നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ നേരത്തെ തന്നെ എടുക്കുന്നത്. കാരണം എൻ്റെ ഇലകൾ ഇങ്ങനെ വീണോണ്ടിരിക്കുക. അപ്പൊ എൻ്റെ തോരൻ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ നീല് കേട്ടില്ല, ഇന്നാ പറ്റിയത്. അത് കാരണം എൻ്റെ എത്ര ഇല നഷ്ടപ്പെട്ടെന്ന് അറിയാവോ? അപ്പൊ നമ്മളല്ല, അപ്പൊ നിങ്ങള് ഓക്കെ. അപ്പൊ നിങ്ങൾ ബീട്രൂട്ട് കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ബീട്രൂട്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ചെറിയ ബീട്രൂട്ട് ഇതിനകത്തുനിന്ന് കിട്ടും. ബീട്രൂട്ട് വേണ്ട, ബീട്രൂട്ടിന്റെ ഇലയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതെ, ബീട്രൂട്ട് അധികം ഇവിടെ വെക്കാറില്ല, ഇലയാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കണ താഴെ ബെല്ലിന്റെ ടിങ് ടിങ് പടമുള്ള അവിടെ അമർത്തിയ ബെല്ലൈക്കൺ. നിങ്ങൾ പലരും പറഞ്ഞിട്ട് ഞാൻ ടിങ് ടിങ് വെച്ചെടുത്ത് മാറ്റിയിട്ടാ. പിന്നെ ഞങ്ങൾ ചെയ്തു നോക്കി ഞങ്ങൾക്ക് കിട്ടിയ അറിവുകളൊക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. അപ്പൊ അതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞങ്ങൾ ഇതിൽ വലിയ അറിവുള്ള ആൾക്കാരൊന്നും അല്ല. അപ്പൊ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചെന്നിട്ട് പറഞ്ഞു തന്നാൽ മറ്റുള്ള ആൾക്കാർക്കും കൂടെ കാണാം ഇതെന്താന്നുള്ളത്. ഇനി വളങ്ങൾ അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഭിപ്രായങ്ങൾ ഇടാം. അതെ, അപ്പൊ നിങ്ങളെല്ലാവരും തന്ന സ്നേഹത്തിന് ഒത്തിരി ഒത്തിരി നന്ദി. ഇത്രയും വലിയ കാക്കകളൊക്കെ പറയുമ്പോൾ വായിന്ന് വന്നില്ല, അതാ. അപ്പൊ അതാണ്. അപ്പോൾ നമ്മുടെ ഒരു അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി, അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അതുവരെ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ വീട്ടിലൊക്കെ ഇരുന്ന് നല്ല സമാധാനമായിട്ടിരുന്ന് കുടുംബക്കാരോട് കൂടി ഓണമൊക്കെ ആഘോഷിച്ച് ഞങ്ങളും അങ്ങനെ ഓണമൊക്കെ ആഘോഷിക്കാൻ പോവുക. ഇല്ല, ഞങ്ങൾക്ക് ഓണം ഇല്ല. ഓണം എന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ തന്നെ ആഘോഷം. ഞങ്ങൾ എല്ലാവരും വലിയ ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല. ഇപ്പൊ ഇന്നത്തെ പ്രശ്നം അറിയില്ല. ഇന്നിപ്പോ കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പോകണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ജലദോഷമുണ്ട്. അതെ, ടെസ്റ്റ് ചെയ്യാൻ പോയി. ഇപ്പൊ ഇന്നിപ്പോ ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അറിയാം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ അതാണ്. അപ്പൊ അടുത്തൊരാഴ്ച വരേക്ക് ബൈ ബൈ ഫ്രം ട്രാവൽ ആൻഡ് ഫുഡ് സ്റ്റോറി. ബൈ.